ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് പ്രധാനപ്പെട്ട പദ്ധതികൾ അടിയന്തരമായി പൂർത്തിയാക്കുമെന്ന് പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ.എ. തുളസി. പാലക്കാട് മെഡിക്കൽ കോളേജ് കോങ്ങാട് KSRTC പ്രിയദർശിനി സർവീസിന് കോങ്ങാട് ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ ഒരു ബസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതല്ല, പക്ഷേ അതത് സമയങ്ങളിൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട പാലക്കാടിന്റെ പ്രിയങ്കരനായിട്ടുള്ള MP-യും നിരന്തരമായിട്ട് ഇതിനു വേണ്ടിയിട്ട് വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എല്ലാവരും കൂട്ടായിട്ട് പരിശ്രമിച്ചാൽ സർക്കാരിന്റെ ഒരു നയം ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക എന്നുള്ളതാണ്. നമ്മൾ മെയ് 18-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറിയ UDF സർക്കാരിന്റെ പൊതുവായിട്ടുള്ള നയം. എന്തൊക്കെ കാര്യങ്ങൾ അടിയന്തരമായിട്ടും സമയബന്ധിതമായിട്ടും പൂർത്തീകരിക്കാൻ കഴിയുമോ അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് അതിൽ പൂർത്തീകരിക്കപ്പെട്ട ഒന്നാണ്. ഇനി 100 ദിന കർമ്മ പരിപാടി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലും നമ്മൾ കൃത്യമായിട്ട് അത് സമയബന്ധിതമായിട്ട് 99ാമത്തെ ദിവസത്തിന് മുൻപേ പൂർത്തീകരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 100ാമത്തെ ദിവസത്തിന് കാത്തു നിൽക്കാതെ. അപ്പൊ അത് ഏകദേശം ഒരു 550ഓളം പദ്ധതികൾ നമ്മൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പല വിധങ്ങളായിട്ടുള്ള പദ്ധതികളുണ്ട്. ഇപ്പൊ എന്റെ കീഴിലുള്ള 3 വകുപ്പുകളിലും വളരെ മാതൃകാപരമായിട്ടുള്ള പദ്ധതികൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച 100 ദിന കർമ്മ പദ്ധതികൾക്ക് അതീവ പ്രാധാന്യം നൽകി സമയബന്ധിതമായാണ് നടപ്പിലാക്കുന്നത്. പ്രിയദർശിനി ബസ് സർവീസ് ആവശ്യപ്പെട്ടിട്ടുള്ള കാഞ്ഞിരപ്പുഴ തച്ചമ്പാറ റൂട്ടുകളിലേക്ക് കൂടി ഉടൻ ലഭ്യമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ശങ്കർ അധ്യക്ഷത വഹിച്ചു. ജോഷി, PS ശശികുമാർ, റിയാസ് നാലകത്ത്, മഹേഷ്, രവി, CN ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം.